السلام عليكم ورحمة الله. كتبي 64. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف الكتب ولشاماتن هذا الكتب ولماتن هذا الكتاب ولشارح هذا الكتاب ولسائر أساتذتنا الكرام كلهم برحمتك يا أرحم الراحمين. فإن قلت നീ ചോദിച്ചാൽ ഒരു ഇത്തിറാളാണ്. എന്താ ഇത്തിറാദ് എന്ന് പറഞ്ഞാല്, ഇവിടെ മുഫ്രദിനെ മുറക്കബിന്റെ ശേഷമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മുറക്കബിനാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അതിന്റെ ശേഷമാണ് മുഫ്രദിന്റെ ചർച്ച വരുന്നത്. ശരിയായ രൂപത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം മുഫ്രദിനെയാണ് പറയേണ്ടത്. പിന്നെയാണ് മുറക്കബിനെ പറയേണ്ടത്. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ചെയ്തത് ആദ്യം മുറക്കബിനെ പറഞ്ഞിട്ട് പിന്നെയാണ് മുഫ്രദിന്റെ ചർച്ച കൊണ്ടുവരുന്നത്. മനസ്സിലായ? അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, ഹൽഹാസിന് ചുരുക്കി പറയുകയാണെങ്കിൽ അതിന്റെ മറുപടി നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെയെന്ന് പറയാം? ഈ മുഫ്രദിന്റെ മഫ്ഹൂമ് മുറക്കബിന്റെ മഫ്ഹൂമ് ഇതാണ്. മുഫ്രദിന്റെ മഫ്ഹൂമ് അത് മുറക്കബിന്റെ മഫ്ഹൂമിനെ തൊട്ട് എന്താണ് ചിന്തിപ്പിക്കപ്പെട്ടതാണ്. അതാണ് അവിടെ വിഷയം. നമ്മൾ താരീഫൊക്കെ സത്യത്തില് മഫ്ഹൂമാത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മഫ്ഹൂമിലേക്ക് നിസ്ബത്ത് ചെയ്തുകൊണ്ടാണ് താരീഫ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മുഫ്രദിന്റെ മഫ്ഹൂമ് പിന്നെ പിന്തിപ്പിക്കപ്പെടേണ്ടതും മുറക്കബിന്റെ മഫ്ഹൂമിനെ മുന്തിക്കപ്പെടേണ്ടതുമാണ്. അതടിസ്ഥാനത്തിലാണ് ഇവിടെ ആദ്യം മുറക്കബിന് താരീഫ് പറഞ്ഞത്, പിന്നാണ് മുഫ്രദിന്റെ ചർച്ച എടുത്തത്. മനസ്സിലായ? അത് നമ്മള് അൽ മുഫ്രദ് എന്ന് പറഞ്ഞാല് മുഖദ്ദമുൻ, അത് മുന്തിക്കപ്പെടേണ്ടതാണ്. അലൽ മുറക്കബിനേക്കാളും മുന്തിക്കപ്പെടണം. എങ്ങനെ? തബഅൻ നിലക്ക് മുന്തിക്കപ്പെടേണ്ടത് മുറക്കബിനേക്കാളും മുഫ്രദിനെ. എങ്കിൽ പൈമ അഖറഹു, എന്തിനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി മുഫ്രദിനെ പിന്തിപ്പിച്ചത്? വളരെ നിലക്ക് ചർച്ച ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ഏത് ചെയ്യുമ്പോ മുഖാലഫത്തുൽ വദ്ഇ ത്വബഅ, വദ്ഇ ത്വബഇനോട് എതിരാവുക എന്ന് പറഞ്ഞത്. വദ്ഇ മുറക്കബ് ആദ്യം പറഞ്ഞ് പിന്നെ മുഫ്രദ് പറയാം. അതാണല്ലോ വദ്ഇ. ത്വബഅ എന്ന് പറഞ്ഞാല് ആദ്യം മുറക്കബ് പറയാം, മുഫ്രദ് പറയാം, പിന്നെ മുറക്കബ് പറയാം. അപ്പൊ ഈ വദ്ഇ എന്നുള്ളത് ത്വബഇനോട് എന്താകുന്നുണ്ട്? എതിരാകുന്നുണ്ട്. ഈ എതിരാവുക എന്ന് പറഞ്ഞാൽ ഈ ഖുവ്വത്തിൽ ഖത്ഇ ഇൻദൽ മുഹസ്സിരീങ്ങളായ അഥവാ മുഹസ്സിരീങ്ങൾ എന്ന് പറഞ്ഞ മുത്തഅല്ലിമീങ്ങൾ അടുക്കൽ അത് പിയവിന്റെ മാനയാണ്. അതൊരു ഖത്ത ആയിട്ടാണ് അത് കണക്കാക്കുക. അപ്പൊ അതുകൊണ്ട് മുറക്കബിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മുഫ്രദിനെ മുറക്കബിനേക്കാളും പിന്തിപ്പിക്കാൻ പാടില്ല, മുന്തിപ്പിക്കാണ് വേണ്ടത്. പിന്തിപ്പിച്ചത് ശരിയായില്ല. ഇനി നമ്മൾ ചോദ്യം പറയാം, മറുപടിയാ പറയാൻ പോലും. പോലും നമ്മൾ പറയും, ഈ മുഫ്രദിന് കൊണ്ട് എന്തുണ്ട്? വൽ മുറക്കബിനുക്കുമുണ്ട്.
എഴുത്തിബാറാനി രണ്ട് എഴുത്തിബാറുകളുണ്ട്. മുറക്കബിനെക്കൊണ്ട് രണ്ട് എഴുത്തിബാറ്, മുഫറദിനെക്കും രണ്ട് എഴുത്തിബാറുണ്ട്. അഹദുഹും ആ രണ്ടിൽപ്പെട്ട ഒന്നാമത്തേത് മനസ്സിലായില്ല, ഒന്ന് ദാത്തിന്റെ, അതായത് ഒന്ന് ബി ഹസബി ദാത്ത്, ദാത്തിന്റെ അടിസ്ഥാനത്തിലേക്ക്. അപ്പൊ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണ് ഒരു എഴുത്തിബാർ, ഇത് മുഫറദിനുക്കും മുറക്കബിനുക്കും ഉള്ളത്. ഏതാണ് ഈ ദാത്തിന്റെ എഴുത്തിബാർ എന്ന് പറഞ്ഞാല്? ബഹുവ, അത് മാ ഒന്നാണ്. സ്വതക അലീഹിൽ മുഫറദ്, മുഫറദ് അതിന്റെ മേല് മുഫറദ് അതിന്റെ മേലിൽ പറയാൻ പറ്റും. മുഫറദ് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ജയ്ദാവ, അമ്രാവ, ഗൈരിഹിമ, അല്ലാത്തതാവ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് മുഫറദിന്റെ ബാത്തിയായ അടിസ്ഥാനത്തിലുള്ള ഏറ്റിബാറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഏതിപ്പോ ചെയ്ത് അമ്ര പോജോത്തൊക്കെ മുഫറദാണ്, അത് ആത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ. എന്നാൽ വസാനിഹിമ രണ്ടാമത്തെ ഏറ്റിബാറ് ബി ഹസബിൽ മഫ്ഹൂമി, അത് മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ഈ മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞത്? പോവുക, അത് മാ ഒന്നാണ്. ഉദിയൽ ലഫ്റു, ലഫ്റിനെ വെക്കപ്പെട്ടിരിക്കുന്നു ബി ഇസായിഹി, ആ മഫ്ഹൂമിന്റെ ബാക്കിലായിട്ട്. ഒരു മഫ്ഹൂം ഉണ്ടാവും, ആ മഫ്ഹൂമിന്റെ പിൻഭാഗത്തായിട്ട് അതിന്റെ ഇസായിലായിട്ട് ലഫ്റിനെ ചെയ്തിട്ടുണ്ട്, വെക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് മഫ്ഹൂമ് എന്ന് പറഞ്ഞാൽ. എന്തായില്ല, അതായത് ഒരു ലഫ്റിനെ, അതായത് മഫ്ഹൂമിന്റെ ഇസായിൽ വെക്കുക. അപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാൽ കാത്തിബൈ കൽ കാത്തിബ്, ഈ കാത്തിബ് കാരണം കാത്തിബിന് മുഫ്രദായ ലഫ്റാണല്ലോ. മറ്റൊരു ഉദാഹരണം പറയാം. പക്ഷെ എന്നിരുന്നാലും ഫൈനലഹു മഫ്ഹൂമൻ, ഈ പറഞ്ഞ സബീന കാത്തിബ് എന്ന് പറഞ്ഞതിനക്ക് ഒരു മഫ്ഹൂമുണ്ട്. ഏതാ കുട്ടിയെ ആ മഫ്ഹൂമ്? ഷെയ്യുൻ ലഹുൽ കിതാബത്തു, അതാണ് കിതാബത്തുള്ളതായ ഒന്ന്. അതിനേക്കാണ് എന്തെന്ന് പേര് പറയാ? കാത്തിബ് എന്ന് പറയാം. അത് ഏതടിസ്ഥാനത്തിൽ? അത് മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിൽ. എങ്കിൽ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? അതായത് മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ദാത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്? മാ സ്വതക്ക അലിഹിൽ കാത്തിബ്, കാത്തിബ് പറയാൻ പറ്റുന്ന ഒന്ന്. ഇപ്പൊ നമ്മൾ പറയും മാ സ്വതക്ക അലിഹിൽ മുഫ്രദു എന്ന് പറഞ്ഞില്ലേ, അതേതാണ്? മിൻ അഫ്റാദിൽ ഇൻസാനി, ഇൻസാനിന്റെ ഫർദുകൾ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് അതായത് ഒരു വസ്ഫാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ കാത്തിബ്, ഈ കാത്തിബിന് തന്നെ രണ്ട് എഴുത്തിബാറുണ്ട്. ഒന്ന് മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിലുള്ള എഴുത്തിബാറുണ്ട്, ദാത്തിലായിട്ടുള്ളതായ എഴുത്തിബാറും ഉണ്ട്. മനസ്സിലായ? അപ്പൊ അതടിസ്ഥാനത്തിൽ എന്തുണ്ട്? ചെറിയ വ്യത്യാസം വരും. അതടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മുഫറദിനെ പിന്തിപ്പിക്കുകയും മുറക്കബിനെ മുന്തിപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്നാൽ ഫൈൻ അനൈത്തും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഈ കൗലിക്കും നിങ്ങളുടെ കൗല് കൊണ്ട് ഉദ്ദേശിച്ചു. ഏതാണ് കൗല്? അൽ മുഫറദ് മുഖദ്ദമുൻ അൽ മുറക്കബി ത്വബഅൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, അതായത് ഒരു മുഫറദ് എന്ന് പറഞ്ഞാല് അത് മുറക്കബിനേക്കാളും എന്ത് ചെയ്യണം? മുന്തിക്കപ്പെടണം. മുഫറദിന് എന്ത് ചെയ്യണം? ത്വബഅൻ നിലക്ക് മുറക്കബിനേക്കാളും മുന്തിക്കപ്പെടണം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അന്ന ദാത്തൽ മുഫറദി, സത്യത്തിൽ മുഫറദിന്റെ ദാത്ത് മുഖദ്ദമുൻ, അതിനെ മുന്തിക്കപ്പെടേണ്ടതാണ് അലാ ദാത്തിൽ മുറക്കബി, മുറക്കബിന്റെ ദാത്തിനേക്കാൾ. മനസ്സിലായ? അപ്പൊ മുഫറദിനെ മുറക്കബിനേക്കാളും മുന്തിക്കണമെന്ന് പറഞ്ഞാൽ മുഫറദിന്റെ ദാത്തിനെ മുറക്കബിന്റെ ദാത്തിനേക്കാളും എന്ത് ചെയ്യണം? മുന്തിക്കണം. കാരണം ദാത്തും അതായത് വ്യത്യാസം ഉണ്ടായില്ല. കാരണം മുഫറദിന്റെ ദാത്ത് കൈതില്ല, നേരെ മുറക്കബിന്റെ ദാത്തിന് എന്തുണ്ട്? കൈതുണ്ട്. പിന്നെ
ഇപ്പൊ മുസല്ലമുൻ അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ കാര്യം അങ്ങനാണെങ്കിലും വലാക്കിൻ തഗ്ഹീറുഹു ഈ മുഫ്രദിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് താരീഫ് നമ്മൾ താരീഫ് പറഞ്ഞിടത്ത് മനസ്സിലായില്ലേ? അപ്പൊ താരീഫ് പറഞ്ഞിടത്താണ് ഇത് എന്തുള്ളത്? ഈ ഭിന്നിപ്പിക്കുക എന്നുള്ള വിഷയം താരീഫിൽ മാത്രമാണ് ഭിന്നിപ്പിക്കുക എന്നുള്ള വിഷയമുള്ളത്. താരീഫോ താരീഫാകുന്നത് ദാത്തിയായിട്ടുള്ളതല്ലോ. ദാത്തിന്റെ അടിസ്ഥാനത്തിലൂടെ അല്ല താരീഫ് എന്ന് പറഞ്ഞാൽ താരീഫ് ഏതടിസ്ഥാനത്തിലാണ്? ബൽ ബി ഹസ്ബിൽ മഫ്ഹൂമി, അത് മഫ്ഹൂമിലേക്ക് നോക്കിയിട്ടാണ് താരീഫ് എന്ന്. മനസ്സിലായ? അപ്പൊ സത്യത്തിൽ പറയുകയാണെങ്കിൽ അപ്പൊ ആദ്യത്തെ ഏതിനാണ് ആദ്യം തന്നെ പറയേണ്ടത്? മുറക്കബിന്. എന്നിട്ടാണ് ഇതിന് പറയേണ്ടതുള്ളൂ പറയേണ്ടത് മുറക്കബിന് പറയേണ്ടത്. പിന്നെ ഇനി വൈനാനയിത്തും ഇനി നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഈ കൗല് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു. ഏത് കൗല പറഞ്ഞത്? മുഫ്രദ് എന്ന് പറഞ്ഞാൽ മുറക്കബിനേക്കാളും എന്ത് ചെയ്യണം? മുന്തിക്കപ്പെടണം. മുഫ്രദ് എന്ന് പറഞ്ഞാല് മുറക്കബിനേക്കാളും എന്ത് ചെയ്യണം? മുന്തിക്കപ്പെടണം. മുഫ്രദ് എന്നുള്ളത് മുറക്കബിനേക്കാളും മുന്തിക്കപ്പെടണം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്ന മഫ്ഹൂമൽ മുഫ്രദി തീർച്ചയായിട്ടും മുഫ്രദിന്റെ മഫ്ഹൂം മുഖദ്ദമുൻ അലാ മഫ്ഹൂമിൽ മുറക്കബി, മുറക്കബിന്റെ മഫ്ഹൂമിനേക്കാളും മുന്തിക്കപ്പെടണം. ഏത്? മുഫ്രദിന്റെ മഫ്ഹൂം എന്നാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ فهو അപ്പെന്ത് പറഞ്ഞു? പൈനണിയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ ബിഹി ഇതുകൊണ്ട് ഏതുകൊണ്ട് മുഫ്രദ് എന്നുള്ളത് മുറക്കബിനേക്കാളും മുന്തിക്കപ്പെടണം ത്വബഅ നിലക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അന്ന മഫ്ഹൂമൽ മുഫ്രദി തീർച്ചയായിട്ടും മുഫ്രദിന്റെ മഫ്ഹൂമ് മുഖദ്ദമുൻ അത് മുന്തിക്കപ്പെടേണ്ടതാണ് അലാ മഫ്ഹൂമിൽ മുറക്കബി മുറക്കബിന്റെ മഫ്ഹൂമിനേക്കാളും മുന്തിക്കപ്പെടേണ്ടതാണ് എന്ന മാനയാണോ? അത് മഫ്ഹൂമിലേക്ക് നോക്കിയിട്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ ഫഹുവ മംനൂൻ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് സംഭവിക്കൂല. അത് മുസല്ലമല്ല. കാരണം എന്താ? ഫൈനൽ ഖുയൂദ ഫിൽ മുറക്കബി മഫ്ഹൂമിൽ മുറക്കബി, ഒരു മുറക്കബിന്റെ മഫ്ഹൂമിലുള്ളതായ കൈദ് അത് ഉജൂദിയത്താണ്. മനസ്സിലായില്ലേ? ഒരു മുറക്കബാവുമ്പോ മുറക്കബിലുണ്ടാകുന്ന മുറക്കബിന്റെ മഫ്ഹൂമിലുള്ള കൈദുകളൊക്കെ അത് ഏതാണ്? ഉജൂദിയത്താണ്. എന്താണ്? ഉജൂദിയത്താണ്. നേരെ മറിച്ചുകൊണ്ട് വഫീ മഫ്ഹൂമിൽ മുഫ്രദി മുഫ്രദിലുള്ളതായ മഫ്ഹൂം എന്ന് പറഞ്ഞാല് അത് അദമിയ്യത്ത്, അത് അദമിയ. മനസ്സിലായ? ഏത് തിരി വൽ ഉജൂദു, എന്നാൽ ഈ ഉജൂദിജി എന്ന് പറയുന്ന കാര്യം ഈ തസവുറില് സാബിക്കുൻ അത് മുൻകടന്നതാണ് അലൽ അദമി അദമിനേക്കാളും. മനസ്സിലായ? അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പോ അവിടെ മുറക്കബിനെയാണ് മുന്തിക്കേണ്ടത്, എന്നല്ല മുഫ്രദിനെ മുന്തിക്കേണ്ടത്. വലുതാ ഈ കാരണം കൊണ്ട് തന്നെയാണ് അഖ്റൽ മുഫ്രദ മുസന്നിഫ് റഹ്മത്തുള്ളാഹി മുഫ്രദിനെ ഭിന്നിപ്പിച്ചത് തഅരീഫിൽ. അതോടുകൂടി ഖദ്ദമഹു അതിനെ മുന്തിപ്പിക്കുകയും ചെയ്തു ഫിൽ അഖ്സാമി വൽ അഹ്കാമി ഇസ്മുകളിലേക്കും ഹുക്മുകളിലേക്കും ചർച്ച ചെയ്തെടുത്ത് ഭിന്നിപ്പിക്കുകയും ചെയ്തു. എന്താ കാരണം? ലിഅന്നഹ തീർച്ചയായിട്ടും ആ പറയപ്പെട്ടതൊക്കെ ഈ കിസ്മുകളും അഹ്കാമുകളൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ബിഹസബി ഹസ്ബി ദാത്തി, അത് ദാത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈതിബാറ് ചെയ്യപ്പെടുന്നത്. എങ്കിൽ അല്ലാഹു
ഇനി വൈന്ന മഴത്തുബിറ എന്നാ ഇവിടെ എത്തിബാറ് ചെയ്യപ്പെട്ടു. എവിടെ? ഫിൽ മഖ്സമി, മഖ്സമിന് എത്തിബാറ് ചെയ്യപ്പെട്ടു. എന്തിന്? ദലാലത്തുൽ മുതാബഖത്തി, മുതാബഖിയായ, കാരണം മുതാബഖിയായ ദലാലത്തിൽ നിന്നാണല്ലോ കിസ്ബുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം സംശയിക്കുന്നിടത്ത് മഖ്സമിന്റെ അവിടെ മുതാബഖിയായ ദലാലത്തിനാണ് എന്ത് ചെയ്തത്? ഇത്തിബാറ് ചെയ്തത്. പിന്നെ എന്തിനല്ല? ലതളമ്മുന വൽഇൽതിസാം, തളമ്മുനിയായ ദലാലത്തിനെയും ഇൽതിസാമിയായ ദലാലത്തിനെയും അല്ല എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തിബാറ് ചെയ്യപ്പെട്ടത്. എന്താണ് അങ്ങനെ ഇത്തിബാറ് ചെയ്യാനുള്ള കാരണം? അന്നൽ മുഅ്തബർ, തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്നത്, ഈ ലഫ്ലിൽ തർക്കീബിൽ ലഫ്ലി, ഒരു ലഫ്ലിന്റെ തർക്കീബില്, ഒരു ലഫ്ലിനെ ക്രോഡീകരിച്ചുണ്ടാക്കുക. അപ്പൊ ഒരു ലഫ്ലിന്റെ തർക്കീബിന് ഇത്തിബാറ് ചെയ്യപ്പെടുന്നത്. അതേപോലെ ഇഫ്രാദിന്, ഒരു ലഫ്ലിന്റെ ഇഫ്രാദിലും ഇത്തിബാറ് ചെയ്യപ്പെടുന്നത് ദലാലത്തു ജുസിഇഹി അലാ ജുസിഇ മഅനാഹുൽ മുതാബഖി, അവിടെയാണ് ദലാലത്തു ജുസിഇഹി അഥവാ ജുസ് അറിയിക്കലാണ് അലാ ജുസിഇ മഅനാഹുൽ മുതാബഖി, മുതാബഖിയായ മഅനാന്റെ ജുസിന്റെ മേൽ ലഫ്ലിന്റെ ജുസ് എന്ത് ചെയ്യുക? അറിയിക്കുക. അതേപോലെ ആദമു ദലാലത്തിഹി അലൈഹി, ലഫ്ലിന്റെ ജുസ് മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കാതെ വരും ചെയ്യാം. പിന്നെ എന്തല്ല, ലാ ദലാലത്തു ജുസിഇഹി അലാ ജുസി മഅനാഹു തളമ്മുനിയ ബിൽ ഇൽതിസാം, ഒരു ലഫ്ലിന്റെ ജുസ് മഅനാന്റെ പിന്നെ തളമ്മുനിയായ മഅനാന്റെയോ ഇൽതിസാമിയായ മഅനാന്റെയോ മേൽ അറിയിക്കുക എന്നതല്ല. അത് വേറെ രൂപത്തിലാണ്, വേറെ തരീക്കിലൂടെ ഉള്ളതാണ്. വഅദമു ദലാലത്തിഹി അലൈഹി, എന്നാൽ ഇത് അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് എന്തല്ലേ? ലഫ്ലിന്റെ ജുസ് തളമ്മുനിയായ മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കൂല എന്ന് പറഞ്ഞത് ഫൈന്നഹു, തീർച്ചയായിട്ടും കാര്യം ലബിഇത്തുബിറ തളമ്മുന്, തളമ്മുനിയായ ദലാലത്തിന് നമ്മൾ എന്ത് ചെയ്ത്? ഇത്തിബാറ് ചെയ്തു. തളമ്മുനിയായ ദലാലത്തിന് എന്ത് ചെയ്ത്? ഇത്തിബാറ് ചെയ്യപ്പെട്ടു. അതിൽ ഇൽതിസാമെങ്കിൽ ഇൽതിസാമിയായ ദലാലത്തിന് എന്ത് ചെയ്ത്? ഇത്തിബാറ് ചെയ്യപ്പെട്ടു. തളമ്മുനിയായ ദലാലത്തിന് അല്ലെങ്കിൽ ഇൽതിസാമിയായ ദലാലത്തിന് ഇത്തിബാറ് ചെയ്യപ്പെട്ടു. എവിടെ? തെർക്കീബിൽ ഇഫ്രാദി, ഇഫ്രാദിലും. അപ്പൊ തെർക്കീബിലും ഇഫ്രാദിലും തളമ്മുനിയും ഇൽതിസാമിയുമായ ദലാലത്തിനെയാണ് ഇത്തിബാറ് ചെയ്യപ്പെടുന്നതെങ്കിൽ ലസിമ, അപ്പൊ നിർബന്ധമാകുന്നതാണ്. എന്ത് നിർബന്ധമാകും? അയ്യകൂന ലഫ്ദുൽ മുറക്കബ്, ഒരു മുറക്കബായ ലഫ്ദ് ആവല്. എന്തിനാൽ മുറക്കബായ ലഫ്ദ്? മിൻ ലഫ്ലൈനി, രണ്ട് ലഫ്ദ് കൊണ്ട്, രണ്ട് ലഫ്ദിനാൽ മുറക്കബായ ഒരു ലഫ്ദ് ആവണം. എന്താവണം? മൗദൂഅൈനി ലിമഅനയൈനി ബസീത്തൈനി, ശരിയാണ്. ബസീത്തയായ രണ്ട് മഅനാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെക്കപ്പെട്ടതായി വരണം. മനസ്സിലായ? യക്കൂനു അതാണ് ഇന്ന യക്കൂന ലഫ്ദ്, ഒരു മുറക്കബായ ലഫ്ദ് ആവുക. രണ്ട് ലഫ്ദിൽ നിന്ന് മുറക്കബായ ലഫ്ദ് അതെന്ത് ചെയ്യുക? രണ്ട് മഅനാക്ക് വേണ്ടി വെക്കുക. ആ രണ്ട് മഅന ഏതാണ്? രണ്ടും ബസീത്തയായ മഅനയാണ്. രണ്ടും ഏതാണ്? ബസീത്തയായ മഅനയാണ്. അപ്പൊ അങ്ങനെ വെക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ലസിമ നിർബന്ധമാകും. അയ്യക്കൂന ലഫ്ദുൽ മുറക്കബു മിൻ ലഫ്ലൈനി, രണ്ട് ലഫ്ദിനാൽ മുറക്കബായ ലഫ്ദ് ആവല്. എന്താവുക? മൗദൂഅൈനി, അത് വെക്കപ്പെട്ടതാവുക. ലിമഅനയൈനി ബസീത്തൈനി, ബസീത്തയായ രണ്ട് മഅനാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വെക്കപ്പെടുക. അപ്പൊ ആ വെക്കപ്പെടുക എന്ന് പറഞ്ഞ ലഫ്ദ് എന്തായാലേ? പിന്നെ ഒന്ന് ഏതാണ് ബസീത്തയായ മഅന? ഒന്ന് അങ്ങനെയല്ല, ലസിമ നിർബന്ധമാവാൻ യക്കൂന ലഫ്ദുൽ മുറക്കബു മിൻ ലഫ്ദൈനി മൗദൂഅൈനി ലിമഅനയൈനി,
രണ്ടും ബസീത്തയായ രണ്ട് മാനാക്ക് വേണ്ടി വെക്കപ്പെട്ട രണ്ട് ലഫ്ദ്, ആ രണ്ട് ലഫ്ദിനാൽ മുറക്കബായ ലഫ്ദ്, ആ ലഫ്ദ് ആവേണ്ടി വരും മുഫ്രദാവേണ്ടി വരും. എന്താ കാരണം? ഈ തളമുനിയ ദലാലത്തും ഇന്തിസാമിയ ദലാലത്തും തെർക്കീബിലും ഇഫ്രാദിലും എന്ത് ചെയ്ത് ഇത്തിബാർ ചെയ്തു. അതാ കാരണം, വേറെ ഒന്നല്ല. അങ്ങനെ ഇത്തിബാർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അത് എന്താവും? മുഫ്രദാവേണ്ടി വരും. കാരണം എന്താ മുഫ്രദാവാൻ പറയാനുള്ള കാരണം? ഈ ആദമി ദലാലത്ത് ജുസിഇൽ ലഫ്ദി, ലഫ്ദിന്റെ ജുസ് അറിയിക്കുന്നില്ല. അലാ ജുസി മാനാ തളമുനി, തളമുനിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്യുന്നില്ല? അറിയിക്കുന്നില്ല. തളമുനിയായ മാനാന്റെ ജുസിന്റെ മേല് അറിയിക്കൂല. എന്താ കാരണം? ഇതിലാ ജുസ് ജുസ് തന്നെ ഇല്ലല്ലോ. ഏത് ഇത് കാനലാ ജുസ് ലഹു, ആ ലഫ്ദിലേക്ക് ജുസ് തന്നെ ഇല്ല. കാരണം ബസീത്തയായ മാനയെന്നല്ല എന്താക്കിക്കുന്നത്. ബസീത്ത എന്ന് പറഞ്ഞാൽ തന്നെ ജുസ് ഇല്ലാത്തത് എന്നല്ലേ. ബസീത്ത എന്ന് പറഞ്ഞാൽ തന്നെ മാ ലാ ജുസ് ലഹു എന്നല്ലേ. അപ്പൊ ജുസ് ഇല്ലാത്തതാണല്ലോ ബസീത്ത. ബസീത്ത എന്ന് പറഞ്ഞാല് അപ്പൊ രണ്ട് ബസീത്ത ആയാലും ജുസ് ഇല്ലാത്തത് തന്നെ, അത് വേറെ വിഷയം. അപ്പൊ ഇതിൽ ആ ജുസ് ലഹു ജുസ് ഇല്ലല്ലോ, അതാണ്. അതോടുകൂടെ വാഞ്ഞക്കൂന ലഫ്ദ്, ഒരു ലഫ്ദ് ആവലും നിർബന്ധമാക്കും. ഏത് ലഫ്ദ്? അൽ മുറക്കബ് മിൻ ലഫ്ദൈനി, മിനൽ ലഫ്ദൈനി, രണ്ട് ലഫ്ദിനാൽ മുറക്കബായ ലഫ്ദ്. എങ്ങനെ രണ്ട് ലഫ്ദിനാൽ മുറക്കബായത്? അൽ മൗദൂഅൈനി, വെക്കപ്പെട്ടതായ, ബി ഇസായി മാനൻ, ഒരു മാനാന്റെ ഇസായിലായിട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനത്തെ മാനയാണ്? ലഹു, ആ മാന കൊണ്ട് ലാസിമുൻ ദിഹിനിയുൻ ബസീത്ത്, ബസീത്തയായ ദിഹിനിയായ ലാസിമുണ്ട്. ബസീത്തയായ ദിഹിനിയായ ലാസിമു ഉള്ളതായ മാന, ആ മാനായിന്റെ ബാക്കിൽ വെക്കപ്പെട്ടതായ രണ്ട് ലഫ്ദ്, ആ ലഫ്ദിനാൽ മുറക്കബായ ലഫ്ദ്, ആ ലഫ്ദ് ഏതാവേണ്ടി വരും? മുഫ്രദാ, അത് മുഫ്രദാവേണ്ടി വരും. ഏത്? ഇവിടെ നമ്മൾ തളമുനിയ ദലാലത്തും ഇന്തിസാമിയ ദലാലത്തും തെർക്കീബിലും ഇഫ്രാദിലും ഇത്തിബാർ ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മളെ വിഷയമുള്ളത്. കാരണം എന്താണ്? ലഅന്ന ശൈഅൻ മിൻ ജുസ്ഇൽ ലഫ്ദി, കാരണം ലഫ്ദിലേക്ക് ബസീത്തയായ രണ്ട് മാന എന്നല്ല പറഞ്ഞത്. അപ്പൊ രണ്ട് ജുസ് ഉണ്ടാവില്ല. ഒരു ലഫ്ദിലേക്ക് രണ്ട് ജുസ് ഇല്ലേ. അപ്പൊ ഒരു ലഫ്ദിന്റെ രണ്ട് ജുസിൽപ്പെട്ടതായ ഒരു ജുസ് ലാ ദലാലത്ത ലഹു അലാ ജുസ്ഇൽ മാനൽ ഇൽതിസാമി, ഇൽതിസാമിയായ മാനാന്റെ ജുസിന്റെ മേൽ ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല? അറിയിക്കുന്നില്ല. എങ്കിൽ വഫീഹി നദറുൻ, ഇവിടെ ഒരു നദറുണ്ട്. ഏത് നദർ? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, മുതാബക്കിയായ ദലാലത്തിനാണ് ഇത്തിബാർ ചെയ്യുക. തദമ്മുനിയ ദലാലത്തിനെയും ഇൽതിസാമിയ ദലാലത്തിനെയും ഇത്തിബാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പറഞ്ഞതില് കൊണ്ടുവന്ന ദലീല് മനസ്സിലായ? അപ്പൊ ആ ദലീല്, അതിനു വേണ്ടി കൊണ്ടുവരപ്പെട്ട ദലീല്, അതിലെന്തുണ്ട്? നെവറും ചിന്തിക്കാനുണ്ട്. എന്താ ചിന്തിക്കാനുള്ളതെന്ന് അറിയാം. ഈ അന്ന വായത്ത മാഫിൽ ബാബി, ഈ അധ്യായത്തിലുള്ളതായ ചുരുക്ക വിവരണം, അയ്യക്കൂന ലഫ്ദ്, ഒരു ലഫ്ദ് ആവുക. എന്താവുക? ബിൽ ഖിയാസി, ചേർക്കൽ കൊണ്ട്, ഇലൽ മാനൽ മുതാബഖിയ, മുതാബഖിയായ മാനയിലേക്ക്. അപ്പൊ മുതാബഖിയായ മാനയിലേക്ക് ചേർക്കൽ കൊണ്ട് ഒരു ലഫ്ദ് ആവുക. മനസ്സിലായില്ലേ? എന്താകുക? മുറക്കബൻ, മുറക്കബ. അപ്പൊ മുതാബഖിയ മാനയിലേക്ക് ചേർത്തിയിട്ടാണ് ഒരു ലഫ്ദ് എന്താകുന്നത്? മുറക്കബാകുന്നത്. എന്നാൽ വബിൽ ഖിയാസി ഇലൽ മാന തളമ്മുനി അവിൽ ഇൽതിസാമി, ഇൽതിസാമിയായ ദലാലത്തിൽ മാനയിലേക്കോ ഇല്ലെങ്കിൽ തളമ്മുനിയ മാനയിലേക്കോ ചേർത്തിട്ടാണെങ്കിൽ ആ ലഫ്ദ് എന്താവും? മുഫ്രദൻ. കണ്ടില്ലേ? അപ്പൊ അത് മുഫ്രദാവും. അപ്പൊ മുഫ്രദും വേർതിരിഞ്ഞ് പറയാൻ, മുറക്കബും വേർതിരിഞ്ഞ്. മാത്രമല്ല
വലമ്മ ജാഗ ജായിസായപ്പോ അയ്യക്കൂന ലഫ്ലു ഒരു ലഫ്ല് ആവാം ബി ഇഅ്തിബാറി മഅനയൈനി മുതാബഖൈനി അതല്ലേ മുതാബഖിയൈനി മുതാബഖിയായ രണ്ട് മാനാനെ ഇഅ്തിബാർ ചെയ്തിട്ട് ഒരു ലഫ്ല് ആകുക. മുതാബഖിയായ രണ്ട് മാനാനെ ഇഅ്തിബാർ ചെയ്തിട്ട് ഒരു ലഫ്ല് ആകുക. മുഫറദൻ ഒരു പക്ഷേ മുഫറദാകുക. അല്ലെങ്കിൽ എന്താവുക ഔ മുറക്കബ മുറക്കബൻ എങ്കിൽ എന്ത് ചെയ്യുക മുറക്കബ മുഫറദായിട്ടും വരാം മുറക്കബായിട്ടും വരാം. അവന്റെ വലമ്മ ജാസ ജായിസായപ്പോ അയ്യക്കൂന ലഫ്ളു ഒരു ലഫ്ള് ആവല് ബി ഇഅ്തിബാരി മഅനയൈനി മുതാബിഖിയൈനി മുതാബഖിയായ രണ്ട് മാനാനെ ഇഅ്തിബാർ ചെയ്യൽ കൊണ്ട് ഒരു ലഫ്ള് ആയപ്പോ മുഫറദൻ മുഫറദായപ്പോ മുറക്കബൻ മുറക്കബായപ്പോ മുതാബഖിയായ മാനാണ്. മുതാബഖിയായ മാനയിലേക്ക് നോക്കിയിട്ടാണല്ലോ ലഫ്ള് മുറക്കബും പിന്നെ മുഫറദും ഒക്കെ ആകുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ് സുബൂത്താക്കി വരുന്നത്. ഇൽത്തിസാമിയ ദലാലത്തിലേക്കോ തദമ്മുനിയ ദലാലത്തിലേക്കോ നോക്കിയിട്ടല്ല, മുതാബഖിയ ദലാലത്തിലേക്ക് നോക്കിയിട്ടാണ്. ഏതുപോലെ കമാഫി അബ്ദില്ല അബ്ദില്ല ഏതുപോലെ അബ്ദുള്ള അബ്ദുള്ള എന്നുള്ളത് മുഫറദായ ലഫ്ളാണ്. അബ്ദുള്ള എന്നുള്ളത് മുഫറദ് എന്ന് പറയാ അലമാണെന്ന അടിസ്ഥാനത്തിൽ. ഇനിയിപ്പം നഗിത തെർക്കീബിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മുറക്കബാണെന്ന് അങ്ങനെയും പറയാ. മനസ്സിലായ? അപ്പൊ രണ്ട് മാനാനെ ഇഅ്തിബാർ ചെയ്തിട്ട് ലഫ്ള് മുഫറദും ആകുക മുറക്കബും ആകുക. അങ്ങനെ ആവത് ജായിസായപ്പോൾ കാരണം എന്താണ് അങ്ങനെ ഇഅ്തിബാർ ചെയ്തുകൊണ്ട് മുഫറദ് മുറക്കബും ആവാനുള്ള കാരണം ഞാൻ ദലീൽ പറയാണ്. ഈ അന്ന മദ്ലൂലഹുൽ മുതാബഖിയ ഒരു ലഫ്ള് ആ ലഫ്ളിനുള്ള മുതാബഖിയായ മാന ശ്രദ്ധിക്കണം. ഈ അന്ന മദ്ലൂലഹുൽ മുതാബഖിയ ഒരു മുതാബഖിയായ മാന ഖബലൽ അലമിയത്തി അലമിയത്തിന്റെ മുമ്പ് ഉദാഹരണം പറയാം. അബ്ദുള്ള ഈ അബ്ദുള്ള എന്ന് പറഞ്ഞതിന്റെ മദ്ലൂല് മുതാബഖിയായ മദ്ലൂല് ഖബലൽ അലമിയത്തി അലമാകുന്നതിന്റെ മുമ്പ്. ഇപ്പൊ നമ്മളിപ്പോ അബ്ദുള്ള ഇപ്പൊ ഒരാളെ മുശഖസായി അബ്ദുള്ള എന്നുള്ള മുശഖസാകുമ്പോൾ അലമായില്ല. ഇനി അങ്ങനെയല്ല, ഇത് അലമായി ഇഅ്തിബാർ ചെയ്യുന്നതിന്റെ മുമ്പ് ഇഅ്തിബാർ ചെയ്യുമ്പോൾ അത് മുറക്കമാണല്ലോ. അത് മുറക്കമാണല്ലോ. لأن مدلوله المطابقية قبل العلمية يكون مركبا. ഇനി വബഅദഹാ നീ അലമിയത്തിന്റെ ശേഷമാണെങ്കിൽ അപ്പൊ അതെന്തായി പിന്നെ ഫർദുകൾ ഇല്ലാതായി വരും. അപ്പൊ അത് മുഫറദുമാവും. അപ്പതും അലമിയത്തായിട്ട് പെരുമാറുന്നതിന്റെ മുമ്പുള്ള മുതാബഖിയായ മദ്ലൂലിലേക്ക് നോക്കുകയാണെങ്കിൽ മുറക്കബ്, അലമിയത്തിന് ശേഷം നോക്കുകയാണെങ്കിലോ മുഫറദ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലിമ ലാ യജൂസു ദാലിക എന്നാൽ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ജായിസായിക്കൂടാ? ഏത് ഈ മുതാബഖിയായ മാന അലമിയത്തിന്റെ മുമ്പ് നോക്കുകയാണെങ്കിൽ മുറക്കബും അലമിയത്തിന്റെ ശേഷം നോക്കുകയാണെങ്കിൽ മുഫ്രദുമാകുക എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ മാന എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ജായിസായിക്കൂടാ? ബി ഇഅ്തിബാരിൽ മാനൽ മുതാബഖി വൽ മാന തളമ്മുരി അവിൽ ഇൽത്തിസാമി. മുതാബഖിയായ മാനാനെ ഇഅ്തിബാർ ചെയ്തിട്ടും തളമ്മുനിയായ മാനാനെ ഇഅ്തിബാർ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇൽത്തിസാമിയ മാനാനെ ഇഅ്തിബാർ എന്തുകൊണ്ടായിക്കൂടാ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞപ്പോ ഏതാണ് മുതാബഖിയായ മാനാന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചോദിക്കുമ്പോ നമ്മൾ ഇത്തിറാദ് ചെയ്ത് പറയല്ല പേര് എന്ത് മുതാബഖിയായ തളമ്മുനിയായ ഇൽത്തിസാമിയ മാനാന്റെ അടിസ്ഥാനം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്നാൽ ചോദ്യമാണത്. എങ്കിൽ വല്ലൗല എന്നാൽ ഏറ്റവും നല്ലത് ഔല എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? യുക്കാല പറയപ്പെടലാണ്. യുക്കാല പറയപ്പെട. എന്താണ് പറയപ്പെടേണ്ടത്? അൽ ഇഫ്റാദു വത്തർക്കീബ് മുഫറദാവുക, മുഫറദാക്കുക, മുറക്കബാക്കുക എന്ന് പറഞ്ഞ കാര്യം
ഒരു ലഫ്ദിനെ സംബന്ധിച്ച് ഒരു ലഫ്ദ് മുഫറദായിട്ട് ഇത്തിബാർ ചെയ്യാം, അല്ലെങ്കിൽ മുറക്കബായിട്ട് ഇത്തിബാർ ചെയ്യാം. അത് ഏതടിസ്ഥാനത്തിലാ? ബിന്നിസ്ബത്തി ഇലൽ മാന തളമ്മുനി വൽ ഇൽത്തിസാമി. ഇൽത്തിസാമിയായ മാനാന്റെയും തളമ്മുനിയായ മാനായിലേക്കും ചേർത്ത് നോക്കിയിട്ടാണ്. തളമ്മുനിയായ മാനയിലേക്കും ഇൽത്തിസാമിയായ മാനയിലേക്കും ചേർത്ത് നോക്കിയിട്ടാണ് ഏത് ഈ ഇഫ്റാദും തർക്കീബും ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അതടിസ്ഥാനത്തിൽ ഈ ഇഫ്റാദ് എന്ന് പറയുന്ന കാര്യം ലാ യതഹഖഖു, അത് തഹഖുഖാവൂല. ഈ ഇഫ്റാദ് എന്ന് പറഞ്ഞ വിഷയം തഹഖുഖാവൂല ഇല്ലാ ഇദാ തഹഖഖ ബിന്നിസ്ബത്തി ഇലൽ മഅനൽ മുതാബഖി. അപ്പൊ മുതാബഖിയായ മഅനയിലേക്ക് ചേർത്തിട്ടുള്ള നിസ്ബ തഹഖുഖാവണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞതിലേക്കുള്ള തളമ്മുനിയോ ഇൽത്തിസാമിയിലേക്കുള്ളതായ ഇത് ശരിയാവുള്ളൂ. അപ്പൊ ഇനി വേറെ ചോദ്യം, ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഏതടിസ്ഥാനത്തിലാണ്? മുതാബഖിയായ മാനാന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ അമ്മാഫി തളമ്മുനി, നീ തളമ്മുനിയായ മാനാന്റെ അടിസ്ഥാനത്തിലൂടെ നോക്കുകയാണെങ്കിലോ വലിയ അന്യഹോ തീർച്ചയായിട്ടും കാര്യം ശ്രദ്ധിക്കണം. മറ്റാതല്ല ജുസുഉൽ ലഫ്ളി, ഒരു ലഫ്ളിന്റെ ജുസ് അറിയിച്ചു അലാ ജുസി മാനാഹു തളമ്മുനി, തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. ചിന്തിക്കേ, ഒരു ലഫ്ള്, ഒരു തളമ്മുനിയെ, ഒരു ലഫ്ള്, അതായത് ആ ലഫ്ളിന്റെ ജുസ് തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേലല്ല അറിയിക്കുന്നത്, തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്ത് അറിയിച്ചു? തളമ്മുനിയായ മാനാന്റെ ജുസ്. ആ തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്ത് അറിയിച്ചാൽ ഇതല്ല ആ ലഫ്ള് അറിയിക്കും. അലാ ജുസി മാനാഹുൽ മുതാബഖി, മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കും. എന്താ കാരണം? ഈ തളമ്മുനി ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? മുതാബഖീനാണല്ലോ. തളമ്മുനി ഉണ്ടാകുന്നത് മുതാബഖീനല്ലേ? അപ്പൊ മുതാബഖിയ ദലാലത്തിന്റെ ജുസാണല്ലോ തളമ്മുനിയ ദലാലത്ത്. അപ്പൊ മുതാബഖിയായ മാനാന്റെ ജുസിന്റെ തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേലും അറിയിക്കും. നേരെ നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ പറയപ്പെട്ട മുഫ്രദിനെയും തർക്കീബിനെയും ഒക്കെ ഏറ്റിബാർ ചെയ്യപ്പെടുന്നത് മുതാബഖിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറഞ്ഞത്. മുതാബഖിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാ പറഞ്ഞത്. അതാണ് ഇവിടെ വലിപ്പം ഇങ്ങനെ പിന്നെ സാരി ഇങ്ങനെ പിന്നെ വളച്ചൊടിച്ചിങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം. മനസ്സിലായ? കാരണം എന്താ? ലി അന്ന മാന തളമ്മുനി, നല്ല പോയിന്റ് അത്. ലി അന്നൽ മാന തളമ്മുനിയ, തീർച്ചയായും തളമ്മുനിയായ മാന എന്ന് പറഞ്ഞാൽ ജുസുഉൽ മാനൽ മുതാബഖി, മുതാബഖിയായ മാനാന്റെ ജുസ്. കാരണം ജുസിന്റെ ജുസൊക്കെ ജുസല്ലേ, ജുസിന്റെ ജുസൊക്കെ ജുസാണ്. അതായത് മുതാബഖിയായ മാനാന്റെ മുതാബഖിയായ പിന്നെ മാനാന്റെ ജുസാണ് തളമ്മുനിയായ മാന. ആ തളമ്മുനിയായ മാനാന്റെ ജുസിന്റെ മേലാണ് അറിയിക്കുന്നത്. അപ്പൊ തളമ്മുനിയ ജുസിൻ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് മുതാബഖിയ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കലായി. അതായത് ഒരു ഷൈഇന്റെ പിന്നെ ജുസിന്റെ ജുസ് ആ ഷൈഇനും ജുസാണ്. ഒരു ഷൈഇന്റെ ജുസിന്റെ ജുസ് ആ ഷൈഇനും ജുസാണ്. ഇപ്പൊ ഏതുപോലെ മുതാബഖിയ ദലാലത്തിന്റെ ജുസാണ് തളമ്മുനിയ, അതിന്റെ ജുസാണ് ഇപ്പൊ നമ്മൾ മാന അറിയിക്കുക എന്ന് പറഞ്ഞത്. അത് മുതാബഖിയ ദലാലത്തിന്റെ ജുസാവും. ഇതിപ്പോ തളമ്മുനിയ മാനയിലേക്ക് നോക്കിയിട്ട് ഇനി അമ്മാഫിൽ ഇൽത്തിസാമി, ഇൽത്തിസാമിയ മാനയിലേക്ക് നോക്കുകയാണെങ്കിലോ ഇൽത്തിസാമിയായ മാനയിലേക്ക് നോക്കുകയാണെങ്കിലോ പരി അന്നഹു തീർച്ചയായിട്ടും കാര്യം മത്താദല്ല ജുസുഉൽ ലഫ്ളി അലാ ജുസി മാനാഹുൽ ഇൽത്തിസാമി. ഒരു ലഫ്ളിന്റെ ജുസ് ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. നല്ല പോയിന്റാണ്. ഒരു ലഫ്ളിന്റെ ജുസ് ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേൽ. ഇപ്പൊ ഉദാഹരണം പറയാം. നമ്മളെ ഹയവാന്, ഇൻസാന്,
ഇൻസാനിന്റെ മാന ഏതാണ്? അയവാനാത്തിക്ക് എന്നാണ്. ഈ അയവാനാത്തിക്കിന്റെ നാത്തിക്ക് എന്നുള്ള ജുസാണ് അല്ലേ? അപ്പൊ ലഫ്ലിന്റെ ജുസ്. ഇൽത്തിസാമിയായ മാന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറയാം, ഇൻസാന്റെ ഇൽത്തിസാമിയായ മാന ആണല്ലോ, ഇൻസാനിനൊക്കെ ലാസ്യമാകുന്ന മാനാണ് ഏത്? പിന്നെ ലാഹിക്കാകുക എന്നുള്ളത്. അപ്പൊ ആ ലാഹിക്കാകുക എന്നുള്ള ഇൽത്തിസാമിയായ മാന, ആ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്ത് അറിയിക്കാതാണ്. അതാ പറഞ്ഞത് ലഫ്ലിന്റെ ജുസ് ഇൽത്തിസാമിയായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചാൽ എങ്ങനെ അറിയിച്ചു? ബിൽ ഇൽത്തിസാമിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഫഖദ് ദല്ലല ജുസിൽ മാനൽ മുതാബഖി, അപ്പൊ മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേലും അറിയിക്കും. കാരണം ഇൽത്തിസാമി ഏതിനുണ്ടാകുന്നതാണ് അവിടെ വിഷയം. ഇൽത്തിസാമി എന്നുള്ളത് മുതാബഖിയായ മാനാന്റെ ജുസ് അല്ലെങ്കിലും ഈ ഇൽത്തിസാമിയായ ദലാലത്ത് മുതാബഖിയായ ദലാലത്തിനിക്ക് ഉണ്ടാകുന്നതാണ്. മുതാബഖിയായ ദലാലത്തിൽ നിന്നാണ് അത് ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അതിന്റെ മനുഷ്യ അതാണ്. അപ്പൊ അതിന്റെ മനുഷ്യ അതായത് കൊണ്ട് ഇതിനിക്ക് ഈ ലുസൂമിനിക്ക് ഈ ലാസിമിനിക്ക് ബാധകമാകുന്നത് മനുഷ്യനും ബാധകമാവണം. അതാണ് ഫഖദ് ദല്ലല ജുസി മാന മുതാബഖി. അപ്പൊ മുതാബഖിയായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്തത് അറിയിച്ചു. എങ്ങനെ അറിയിച്ചു? മുതാബക്കത്ത് കൊണ്ട് അറിയിച്ചു. കാരണം എന്താണ്? ഇംതിനായി തഹഖുഖിൽ ഇൽത്തിസാമിയായ ദലാലത്ത് തഹഖുഖാവാൻ പാടില്ല, അത് ഉണ്ടാവില്ല ഏതില്ലാതെ? മുതാബഖിയ ദലാലത്തില്ലാതെ. കാരണം ഇൽത്തിസാമും മുതാബഖിയായ ദലാലത്തും അഭേദ്യമായ ബന്ധാണുള്ളത്. അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്ത് വന്ന് ഈ പറഞ്ഞ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ വിശദീകരണം പൊളിച്ചു കളഞ്ഞു. നേരത്തെ പറഞ്ഞ മുതാബഖിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇഫ്രാദും തർക്കീബൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. ഇഫ്രാദും തർക്കീബൊക്കെ ഉണ്ടാകുന്നത് ഏതടിസ്ഥാനത്തിലാണ്? മുതാബഖിയായ മാനാന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം പറഞ്ഞ് സുബൂത്താക്കി. ഇപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും വന്ന്, ഇൽത്തിസാമിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലും വന്നു, തലമുനിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലും ഇഫ്രാദും തഹഖുഖൊക്കെ ഉണ്ടായി. അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഫഖദ് യതഹഖഖു, ചിലപ്പോൾ തഹഖുഖാകും. എങ്ങനെ? അൽ ഇഫ്രാദു വത്തർക്കീബ്, തർക്കീബും ഇഫ്രാദും ഉണ്ടാവും. എങ്ങനെ? ബിന്നിസ്ബത്തി ഇലൽ മാനൽ മുതാബഖി, മുതാബഖിയായ മാനയിലേക്ക് ചേർത്തിട്ട്. ചിലപ്പോ അങ്ങനെ വരാന്ന്, എല്ലാവർക്കും അല്ല. ലാ ബിന്നിസ്ബത്തി ഇലൽ മാന തദമ്മുനി വൽ ഇൽത്തിസാമി. ഏതുപോലെ? കമാ ഫിൽ മിസാലൈനി, ഒരു ഉദാഹരണത്തിലുള്ളത് പോലെ. എങ്ങനത്തെ ഉദാഹരണമാണ്? അൽ മദ്കൂറൈനി, പറയപ്പെട്ടതായ ഉദാഹരണം. കമാഫിൽ മിസാലൈനിൽ മദ്കൂറൈനി, മേൽ പറയപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളില് ഉള്ളതുപോലെ. മേൽ പറയപ്പെട്ട രണ്ട് ഉദാഹരണം ഏതേ പറഞ്ഞത്? ഒന്ന് കാത്തിബ്, നമ്മൾ അറിയില്ലേ? കാത്തിബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെയ്യും ലഹുൽ കിതാബത്ത്. അല്ലേ? ഒന്നാമത് ഞാൻ അതിനെ ചെയ്യും ജോലി കിതാബ് ദാത്തിയാത്, അതായത് മഫ്ഹൂമിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അതേപോലെ ദാത്തിന്റെ അടിസ്ഥാനത്തില് കാത്തിബ് പറയാൻ പറ്റുന്ന ഒന്ന്, അഥവാ ഇൻസാന്റെ അഫ്രാദുകൾ. പിന്നെ
അപ്പൊ അതുകൊണ്ട് തന്നെ പരിഹാര ഈ പറഞ്ഞ കാരണത്തിന് വേണ്ടിയിട്ട്. ഏത് പറഞ്ഞ കാരണം? ഇവിടെ ഇപ്പൊ മുഫറദ് 2 എഴുത്തിബാർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ 2 എഴുത്തിബാർ ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഖസ്വസൽ കിസ്മത്തിനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹിയെ തഖ്സീസാക്കി ഇലൽ ഇഫ്രാദി വത്തർക്കീബ്, ഇഫ്രാദിലേക്കും തർക്കീബിലേക്കും. ഏതുകൊണ്ട്? പിന്നെ മുതാബക്കത്ത് കൊണ്ട്. കാരണം അതാണ് ഔലവിയായ ദൗജി, അതുകൊണ്ടാണ്. പക്ഷെ ഇല്ല എന്നാതൽ വജിയ, എങ്കിലും ഈ പറയപ്പെട്ട ന്യായീകരണം യുഫീദു, അത് ഫായിദ വെപ്പിക്കുന്നുണ്ട്. ഔലവിയ്യത്ത ഇഅ്തിബാരിൽ മുതാബക്കത്തി ഫിൽ കിസ്മത്തി, അതായത് ഒരു ലഫ്ലിനെ മുഫറദിലേക്കും മുറക്കബിലേക്കും തഖ്സീമാക്കുന്നിടത്ത് മുതാബക്കിയ ഇഅ്തിബാറിനെ, മുതാബക്കിയ ദലാലത്തിനെ ഇഅ്തിബാർ ചെയ്യലാണ് ഔലവിയ്യത്ത്. ആ ഔലവിയ്യത്തിനെ ഫായിദപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എങ്കിൽ വല്ലൗല, അപ്പം വൽ വജുഹുൽ അവ്വൽ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ രൂപം ഇൻ തമ്മ, അതെങ്ങാനും പൂർത്തിയാകുകയാണെങ്കിൽ അപ്പൊ യുഫീദു, അത് ഫായിദ വെപ്പിക്കും. ഏതിന്? ആദ്യം പറഞ്ഞ ന്യായീകരണം നമ്മൾ പറഞ്ഞില്ല, മുതാബക്കിയ ദലാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ അത് യുഫീദു ഫായിദ വെപ്പിക്കും. എന്ത്? ഉജൂബ ഇഅ്തിബാരി മുതാബക്കത്തി ഫിൽ ഖിസ്മത്ത്, ലഫ്ദിനെ മുഫറദിലേക്കും മുറക്കബിലേക്കും തഖ്സീമാക്കുമ്പോഴേ മുതാബക്കിയ ദലാലത്തിന് ഇഅ്തിബാർ നിർബന്ധമാണ് എന്നുള്ള വിഷയം അവിടെ വരുന്നതാണ്. ബസ്.